നമസ്കാരം, വെൽക്കം ടു Indo-Italian ഡിഷസ്. ഇന്ന് നമുക്ക് എങ്ങനെയാണ് എളുപ്പത്തിൽ ഒരു മീറ്റ് പപ്സ് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. സാധാരണ ബേക്കറികളിലൊക്കെ അല്ലേ അത് കിട്ടാറുള്ളത്. അത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് എളുപ്പത്തിൽ വീട്ടിൽ തന്നെ എങ്ങനെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാമെന്ന് നോക്കാം. പപ്സ് ബേസ് ഇത്ര രണ്ടെണ്ണം ഉണ്ട്. ഞാൻ രണ്ടും എടുത്ത് വെച്ചിട്ടില്ല, കാരണം ഇവിടെ ചൂടായതുകൊണ്ട് ഉടനെ എടുത്ത് വെച്ചാൽ ഇത് മുഴുവൻ ഒട്ടിപ്പിടിച്ചു പോകും. അതുകൊണ്ട് ഞാൻ ഒരെണ്ണം എടുത്ത് പുറത്ത് വെച്ചേക്കുന്നു. ഇനി അതിനാവശ്യമുള്ള സാധനങ്ങൾ: 3 വലിയ സബോള ചെറുതായി അരിഞ്ഞത്, ഒരു മുഴുത്ത കഷ്ണം ഇഞ്ചി വേണം, 8 വെളുത്തുള്ളി കുഞ്ഞായി അരിഞ്ഞത്, ഒരു 3 ചെറിയ ടൊമാറ്റോ, കുഞ്ഞ് ടൊമാറ്റോ, സലാഡിൻ്റെ ടൊമാറ്റോ ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചത്, ആവശ്യത്തിന് കരിവേപ്പില, 250 ഗ്രാം ഇറച്ചി അതായത് ബീഫ്, മഞ്ഞളും മുളക് പൊടിയും ഇട്ട് വേവിച്ച് എടുത്തത്, മിക്സിയിൽ മിൻസ് ചെയ്തെടുത്തത്, ഒരു മുട്ട വേണം. പിന്നെ ആവശ്യത്തിന് പൊടികൾ: മഞ്ഞൾ പൊടി വേണം, മുളക് പൊടി വേണം, മല്ലിപ്പൊടി വേണം, ഗരം മസാലപ്പൊടി വേണം. ഇനി നമുക്കിതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഇനി നമുക്ക് ബീഫ് പപ്സിനുള്ള മസാല ഉണ്ടാക്കാൻ വേണ്ടി ഞാനൊരു പാൻ വെച്ചു. പാനിൽ 2 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുത്തു. വെജിറ്റബിൾ ഓയിൽ ഒഴിച്ചു കൊടുത്തു. സാധാരണ ആ വെജിറ്റബിൾ ഓയിൽ ഒന്ന് ചൂടായിട്ടുണ്ട്. അപ്പോൾ നമുക്കതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവോള ഇട്ട് കൊടുക്കാം. ഇപ്പം സവോള പെട്ടെന്ന് വഴന്ന് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്കൊരു സ്വല്പം ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. ഈ മസാലയ്ക്ക് ഓൾറെഡി ഉപ്പ് വേണമല്ലോ, അപ്പം അത് ഇപ്പം ഇത് വെച്ച് ഉപ്പിട്ടിട്ടുണ്ട്. അപ്പോൾ ഇനി അടുത്തത് മസാലപ്പൊടി ആഡ് ചെയ്യുമ്പോൾ അത് നോക്കിയിട്ട് ഉപ്പ് ആഡ് ചെയ്ത് വെച്ചാൽ മതി. ഇപ്പോൾ ഈ സവോള ഒന്ന് വാടിയിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ ചെറുതായി അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചി ഇട്ട് കൊടുക്കാം. ഇഞ്ചി ഇതുമായിട്ടൊന്ന് നന്നായിട്ട് യോജിക്കട്ടെ. ഇതിലേക്ക് നമ്മളെടുത്ത് അരിഞ്ഞു വെച്ചിരിക്കുന്ന വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. ഇഞ്ചിയും വെളുത്തുള്ളിയും വാടിയിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളിക്കയും കരിയാപ്പലയും ഇട്ട് കൊടുക്കാം. ഇതിനി നന്നായി വഴന്ന് വരട്ടെ. ഈ തക്കാളിക്ക സലാഡിൻ്റെ തക്കാളിക്ക ആയതുകൊണ്ട് അധികം ഉപ്പൊന്നുമില്ല. എനിക്കൊരു സ്വല്പം തക്കാളിക്കയോട് ഇടുന്നതിൻ്റെ ടേസ്റ്റാണ് ഇഷ്ടം. കാരണം ഒരു സ്ലൈറ്റ്ലി ഒരു പുളിയൂടെ വരുമ്പോഴാണ് ആ പപ്സിന് മസാലയ്ക്കൊരു സ്പെഷ്യൽ ടേസ്റ്റ്. ഈ തക്കാളിക്കയ്ക്ക് അധികം പുളിയൊന്നുമില്ല. അല്ലെങ്കിൽ തന്നെ എനിക്കൊരു സ്വല്പം ചെറുതായിട്ടൊരു പുളി വരുന്നതാണ് ഇഷ്ടം, കാരണം പപ്സിൻ്റെ ഫില്ലിങ്സിൽ. അപ്പോൾ ഇതിനി നന്നായിട്ട് വഴന്ന് വരട്ടെ. നന്നായിട്ട് വഴന്ന് സോട്ടായി കഴിയുമ്പോൾ നമുക്കിതിലേക്ക് പൊടികൾ ചേർത്തിട്ട് മിൻസ്ഡ് മീറ്റും ചേർത്ത് കൊടുക്കാം. ഇപ്പം നമ്മുടെ ഉള്ളി, ഇഞ്ചിയും കരിയാപ്പിലയും എല്ലാം നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്. ഒത്തിരി വഴന്ന് ആകാൻ നിൽക്കേണ്ട. ഈ പരുവാകുമ്പോൾ നമുക്ക് പൊടികൾ ആഡ് ചെയ്ത് കൊടുക്കാം. ആദ്യമായിട്ട് 1/2 സ്പൂൺ മഞ്ഞൾ പൊടി ഇട്ട് കൊടുക്കാം. മഞ്ഞളിൻ്റെ പച്ചക്കുത്തലൊന്ന് മാറുന്നിടുമ്പോഴേ ഒന്ന് ജസ്റ്റ് ഒന്ന് ഇതാകട്ടെ. ഇതിലേക്ക് 1 ടീസ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം. 1 ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കാം. ഈ മുളക് പൊടിക്ക് അങ്ങനെ കണക്കൊന്നുമില്ല, അവരവരുടെ ഇഷ്ടത്തിന്. ചിലർക്ക് സ്പൈസി ആയിട്ടുള്ള പപ്സാണ് ഇഷ്ടം, ചിലർക്ക് ഒത്തിരി സ്പൈസ് ഉള്ളത് ഇഷ്ടമല്ല. പക്ഷെ എനിക്ക് പപ്സ് ഒരു സ്വല്പം സ്പൈസി ആയിട്ടുള്ളതാണ് ഇഷ്ടം. അതുകൊണ്ടാണ് ഞാൻ ഇച്ചിരി കൂടുതൽ മുളക് പൊടി ആഡ് ചെയ്തത്. ഇപ്പം മഞ്ഞൾ പൊടിയും മല്ലിപ്പൊടിയും മുളക് പൊടിയും എല്ലാം നന്നായിട്ട് ഈ ഉള്ളിയിൽ ഒന്ന് പിടിച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഗരം മസാലപ്പൊടി ഇട്ട് കൊടുക്കാം. നമ്മൾ സാധാരണ ഇറച്ചിക്ക് ചേർക്കുന്ന ഗരം മസാല, ആ ഗരം മസാലയിൽ 1 ടീസ്പൂൺ ഗരം മസാലപ്പൊടി ഇട്ട് കൊടുക്കാം. ഗരം മസാലയും അവരവരുടെ ഇഷ്ടത്തിനനുസരിച്ച്, ടേസ്റ്റിനനുസരിച്ച് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. പക്ഷെ എനിക്ക് ഒത്തിരി ഗരം മസാലയുടെ ടേസ്റ്റ് പപ്സിൽ വരുന്നത് ഇഷ്ടമല്ല. അതുകൊണ്ട് ഞാൻ കുറച്ചേ ആഡ് ചെയ്യത്തുള്ളൂ. ഇപ്പോൾ മസാലകൾ എല്ലാം ഈ ഉള്ളിയിലും ഇഞ്ചിയിലും വെളുത്തുള്ളിയിലും നന്നായിട്ട് പിടിച്ചിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക്
നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന മീറ്റ് ആഡ് ചെയ്ത് കൊടുക്കാം. നേരത്തെ വേവിച്ച് പൊടിച്ച് വെച്ചിരിക്കുന്ന മീറ്റ്. ഈ വേവിച്ച് പൊടിച്ച് വെച്ചിരിക്കുന്ന ബീഫ് മിക്സ് ചെയ്തേക്കുന്ന മീറ്റ് നന്നായിട്ട് ഈ ഉള്ളിയിലും അതായത് ഈ മസാലക്കൂട്ടിൽ ഒന്ന് നന്നായി ഇളക്കി യോജിപ്പിക്കുക. കാരണം ഇതാണ് നമ്മൾ പപ്സിൻ്റെ ഫില്ലിംഗ് ആയിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പം ആ ഫില്ലിംഗ് ആയിട്ട് യൂസ് ചെയ്യുന്നത് ഇതാവുമ്പോൾ നമ്മൾ ഇതിൽ മസാല നന്നായി എല്ലായിടത്തും നന്നായിട്ട് പിടിച്ചിരിക്കണം. അപ്പോൾ അതിനായിട്ടാണ് ഇത് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുന്നത്. നമ്മൾ ഓൾറെഡി ഗ്യാസ് ഓഫ് ചെയ്തു ഞാനിപ്പം. കാരണം വേറെ ഒന്നും കൊണ്ടല്ല, ഇത് ഇത്രയും വെന്താൽ മതി. കാരണം നമ്മളിനി പപ്സിന് ഇത് നന്നായി ഈ മസാല റെഡിയായി വന്നിട്ടുണ്ട്. അപ്പോൾ ഈ മസാല നന്നായി തണുത്തതിന് ശേഷമാണ് നമ്മളിനി പപ്സിന് ഫില്ലിങ്സ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഫില്ലിങ്സ് വെക്കുമ്പം ഈ മസാല പിന്നെ ഫില്ലിങ്സ് വെച്ച് നമ്മൾ കുക്കിംഗ് റേഞ്ചിൽ 180 ഡിഗ്രി സെൻറ്റിഗ്രേഡിൽ 30 to 40 മിനിറ്റ്സ് വെച്ച് ഇത് ബേക്ക് ചെയ്തെടുക്കും. അത് ഓരോരുത്തരുടെ അവനെ ഡിപ്പെൻഡ് ചെയ്താണ് ഇരിക്കുന്നത്. അപ്പം ഞാൻ ഓർത്തു മസാല ഇപ്പം തന്നെ ആവശ്യത്തിനും അധികം വഴന്നിട്ടുണ്ട്. ഇനി ഈ സമയത്ത് തന്നെ നമ്മൾ ഓഫ് ചെയ്ത് മസാല മാറ്റിയില്ലെന്നുണ്ടെങ്കിൽ, കാരണം നമ്മൾ അതിൻ്റെ അകത്ത് കുക്കിംഗ് റേഞ്ചിലും 180 ഡിഗ്രി ഇരിക്കുമ്പോൾ അതങ്ങ് വല്ലാതെ അങ്ങ് വെന്ത് പോകും. ഇത്ര ആയിക്കഴിയുമ്പോൾ നമ്മൾ ഗ്യാസ് നിർത്തുന്നു. ഇനിയും ഇതിന് ഫില്ലിങ്സ് വെച്ച് പപ്സിൻ്റെ ഇത് പ്രിപ്പയർ ചെയ്യുന്നതിന് മുമ്പായിട്ട് ഈ മസാല നന്നായിട്ട് തണുത്തിരിക്കണം. കാരണം ഈ മസാല നന്നായി തണുത്തില്ലെങ്കിൽ നമ്മൾ ഉണ്ടാക്കുന്ന പപ്സിൻ്റെ ഫില്ലിങ് പൊട്ടിപ്പോകും. അതിന് പപ്സിൻ്റെ കറക്റ്റ് ആയിട്ടുള്ള ഷേപ്പ് വരത്തില്ലാതെ വരും. അപ്പോൾ അത് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഫില്ലിങ്സ് നന്നായി തണുക്കാൻ വെക്കാം. ഇനി നമുക്ക് ഈ ഫില്ലിങ്സ് നന്നായി തണുത്തതിന് ശേഷം കാണാം. ഫില്ലിങ്സ് വെക്കാനുള്ള പപ്സ് ബേസ് ഞാൻ തുറന്ന് വെച്ചു. അതിൻ്റെ ഫില്ലിങ്സ് എല്ലാം തണുത്ത് വന്നിട്ടുണ്ട്. ഇതിന് പുറത്ത് നല്ല പപ്സ് നല്ലതായിട്ട് മൊരിഞ്ഞ് വരാൻ വേണ്ടിയിട്ട് ഒരു മുട്ട നന്നായിട്ട് ബീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് നമ്മൾ ബ്രഷ് ചെയ്ത് കൊടുക്കണം. ഇനി ആദ്യം നമുക്ക് ഈ പപ്സ് ബേസ് ഒന്ന് സ്ലൈസ് ചെയ്തെടുക്കാം. ആദ്യമായിട്ടിത് ഞാൻ വിചാരിക്കുന്നത് ഇതിങ്ങനെ ഒരു പീസ് മുറിക്കാം. ഇനി ഇത് നമുക്ക് നടുക്കൂടെ മുറിക്കാം. ഓക്കെ, ഇനി നമുക്ക് ഇതിൽ നിന്ന് ഓരോ പീസസ് എടുത്ത് ഫില്ലിങ്സ് വെച്ച് ഈ ട്രെയിൽ സെറ്റ് ചെയ്യാം. ഇതിപ്പോൾ കണ്ടോ, നമ്മൾ സ്ക്വയറായിട്ട് ഇതിന് 6 പപ്സ് ഉണ്ടാക്കാനുള്ളത് ഒരു ഷീറ്റിൽ നിന്ന് കിട്ടി. അപ്പോൾ നമുക്ക് 2 ഷീറ്റ് ഉള്ളതുകൊണ്ട് 12 പപ്സ് ഉണ്ടാക്കാം. അപ്പോൾ 6 പപ്സിനുള്ളത് ഇപ്പോൾ എടുത്തു. ഇനി ഇതിനകത്ത് നമുക്ക് ഫില്ലിങ്സ് വെച്ച് കൊടുക്കാം. ഫില്ലിങ്സ് ഒരു ലെയർ ഫില്ലിങ്സ് വെച്ചു. നമുക്കിത് ഇവിടേക്ക് വെച്ച് മടക്കിയിട്ട് ഇതിൻ്റെ അറ്റങ്ങളെല്ലാം ഒന്ന് യോജിപ്പിച്ച് കൊടുക്കാം. മറ്റേ സൈഡ് നന്നായി യോജിപ്പിച്ചു. ഇപ്പം കണ്ടോ, ഇത് ഒരു പേഴ്സ് പോലെ യോജിപ്പിച്ച് ഒട്ടിച്ച് വെച്ചു. ഇതിങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്ത് പറഞ്ഞു തരുന്നത് അറിയാൻ പാടില്ലാത്തവർക്ക് വേണ്ടിയിട്ടാണ്, എസ്പെഷ്യലി ബിഗിനേഴ്സിന് വേണ്ടിയിട്ടാണ്. ബിഗിനേഴ്സ് എനിക്കും ഉണ്ട്, ടീനേജ് കുട്ടികൾ. അപ്പോൾ അവർക്ക് ഇത് പഠിക്കാനായിട്ട് ഇങ്ങനെ കാണിച്ചു കൊടുത്തെങ്കിലേ പറ്റുള്ളൂ. അറിയാവുന്നവർ ക്ഷമിക്കണം. അപ്പോൾ ഇത് കണ്ടോ, ഇതുപോലെ നമ്മൾ പേഴ്സ് പോലെ പ്രിപ്പയർ ചെയ്ത് ഇതിവിടെ വെച്ചു. ഇതുപോലെ ഈ 6 എണ്ണവും ഫില്ലിങ്സ് ഇട്ട് എടുക്കാം. എല്ലാ പീസസും ഇങ്ങനെ ഫില്ലിങ്സ് വെച്ച് ഒട്ടിച്ച് എടുക്കാം. അടുത്ത സെറ്റൂടെ സെറ്റ് ചെയ്യാം. ഇത് ഞാനിങ്ങനെ 3ആയിട്ട് ഡിവൈഡ് ചെയ്ത് സെയിം തന്നെ പ്രൊസീജിയർ തന്നെ സെറ്റ് ചെയ്ത് ഇതിപ്പോൾ ഓൾമോസ്റ്റ് എല്ലാം സ്ക്വയർ ആയിട്ട് വന്നു കണ്ടോ. നമുക്കൊരു ചെറിയ ഐഡിയയുടെ വേണം ഇങ്ങനെ കട്ട് ചെയ്ത് ഒരുപോലെ എടുക്കുക. അപ്പോൾ അത് ബുദ്ധിമുട്ടുള്ളവർ മാർക്ക് ചെയ്ത് ചെയ്യുക. ഇപ്പോൾ ആദ്യമായിട്ട് ചെയ്യുന്നവർക്കൊക്കെ കുട്ടികൾക്കൊക്കെ വലിയ പാടായിരിക്കും ആദ്യമായിട്ട് ചെയ്ത്. അത് ഒരെണ്ണം വലുത് ഒരെണ്ണം ചെറുതായിട്ടൊക്കെ വരും. ബേസിൽ എല്ലാ ഫില്ലിങ് വെച്ചു. ഇനി നമുക്ക് ഇതിൻ്റെ പുറത്ത് ഒരു മുട്ട പൊട്ടിച്ച് നേരത്തെ അടിച്ച് വരുന്നുണ്ടല്ലോ, ആ മുട്ട
ഇതിൻ്റെ പുറത്തൊന്ന് പോളിഷ് ചെയ്ത് കൊടുക്കാം. മറ്റൊന്നിനും വേണ്ടിയിട്ടല്ല, ഇത് ചെയ്തില്ലെങ്കിൽ, ഇങ്ങനെ ഇട്ടില്ലെങ്കിൽ നിങ്ങളുടെ പപ്സിൻ്റെ പുറത്ത് നല്ല മൊരിഞ്ഞതുപോലെ വരത്തില്ല. അപ്പം അതിന് വേണ്ടിയിട്ട് ഇതിങ്ങനെ ഇങ്ങനെ ബ്രഷ് ചെയ്ത് കൊടുക്കണം. മുട്ട പൊട്ടിച്ചത്. ചിലർ പറയും നെയ്യ് ഉരുക്കി തൂത്താലും മതിയെന്ന്. പക്ഷേ എനിക്ക് നെയ്യ് ഉരുക്കി തൂക്കുന്നതിനേക്കാളും ഇഷ്ടം മുട്ട ഇങ്ങനെ പൊട്ടിച്ച് നല്ല അടിച്ച് അതിൻ്റെ പുറത്തിങ്ങനെ പോളിഷ് ചെയ്ത് കൊടുക്കുന്നതാണ് എനിക്കിഷ്ടം. അപ്പം ഇനി സെക്കൻഡ് ട്രൈയും ഞാൻ ഇതുപോലെ തന്നെ പോളിഷ് ചെയ്ത് എടുക്കുകയാണ് മുട്ടയിൽ. ഇപ്പോൾ ഇത് റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് 180 ഡിഗ്രി സെൻറ്റിഗ്രേഡ് പ്രീ ഹീറ്റഡ് അവനിലേക്ക് വെച്ച് ഇത് 30 to 40 മിനിറ്റ്സ് വെച്ച് ഇത് ബേക്ക് ചെയ്തെടുക്കാം. ഈ പപ്സ് ബേക്ക് ചെയ്തെടുക്കാം. പക്ഷേ ഇത് വെച്ചിട്ട് നോക്കാതെ പോകരുത്, ഇടയ്ക്കിടയ്ക്ക് നമ്മൾ നോക്കിക്കൊണ്ടിരിക്കണം. അപ്പം ആദ്യം നമുക്കിത് വെക്കാം. റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. ഇത് കുക്കിംഗ് റേഞ്ചിൽ നിന്ന് എടുക്കാം. ഞാൻ ഇടയ്ക്ക് 1-2 വട്ടം ഇത് മുകളിലും താഴെയുമായിട്ട് മാറ്റി വെച്ച് കൊടുത്തായിരുന്നു. പപ്സ് എല്ലാം റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. കണ്ടോ, നല്ല ക്രിസ്പിയാണ്, നല്ല സോഫ്റ്റായിട്ട് പഫി ആയിട്ടുള്ള പപ്സ് റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. കണ്ടോ, ഇത് ഒരെണ്ണം നമുക്കൊന്ന് തുറന്ന് നോക്കാമേ, പൊട്ടിച്ച് നോക്കാം. കണ്ടോ, നല്ല ക്രിസ്പി ആയിട്ട് കടയിൽ നിന്ന് വാങ്ങിക്കുന്ന അതുപോലെ തന്നെ. കണ്ടോ, അകത്തൊക്കെ ആ മീറ്റും വെജിറ്റബിളും കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. അപ്പം നല്ല ടേസ്റ്റി ആയിട്ടുള്ള പഫി പപ്സ് എല്ലാവർക്കും വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. നല്ല ടേസ്റ്റുമാണ് ഇത് വീട്ടിലുണ്ടാക്കുന്നതായതുകൊണ്ട്. അപ്പോൾ ഇത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യൂ. പുതിയ തരം ഇൻഡോ ഇറ്റാലിയൻ വിഭവങ്ങളുമായി ഈ ചാനൽ നമ്മൾക്ക് ഇനിയും കണ്ടുമുട്ടാവുന്നതാണ്. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്ത എല്ലാവർക്കും നന്ദി. അടുത്ത ഒരു വെറൈറ്റി ഡിഷുമായി വരുന്നിടം വരെ എല്ലാവരും ടേക്ക് കെയർ, സ്റ്റേ സേഫ്, ബൈ ബൈ.